സർവീസ് ഫെസിലിറ്റി ലേഔട്ട്. ലേഔട്ട് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് വിത്ത് സർവീസ് ഫെസിലിറ്റി ഓർഗനൈസ്ഡ്. നമ്മൾ ഫെസിലിറ്റി ലൊക്കേഷൻ കണ്ടു. ആ ലൊക്കേഷനിൽ നമ്മൾ അതിൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ കാണിക്കുന്നതൊക്കെ, അതിപ്പോൾ നമ്മൾ സൈറ്റിലായാലും ആ ഫ്രണ്ട് പേജ് കാര്യങ്ങളൊക്കെ ലേഔട്ട് എന്നുള്ള കാറ്റഗറിയിൽ പെടും. ഈ സർവീസ് ഫെസിലിറ്റി റെഡ്യൂസസ് ദ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ആൻഡ് സർവീസ് ടൈം. മെയിനായിട്ട് ഫെസിലിറ്റി ലേഔട്ട് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള ലൈന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, കസ്റ്റമേഴ്സിന് പെട്ടെന്ന് വന്നിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഓരോ ഭാഗത്ത് സർവീസ് ഉണ്ടാവും. അപ്പോൾ ഏത് സർവീസാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നിന്നാൽ അത് ലൈൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റും. അതേപോലെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ആവശ്യമില്ലാതെ എല്ലായിടത്തും കൂടി നിൽക്കുന്നതിന് പകരം നമ്മൾ കറക്റ്റായിട്ട് ലേഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ സർവീസ് ഓക്യുപ്പൈ ചെയ്തിട്ട് പോരാൻ പറ്റും. ഇത് നമുക്ക് അതിനുള്ള സെറ്റപ്പ് പ്രത്യേകം ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി ലേഔട്ട് ഈസിലി ആക്സസബിൾ ഫെസിലിറ്റീസ് ആയിരിക്കണം. വെൽ ഡിസൈൻഡ് വാക്ക് വേസ് ആൻഡ് പാർക്കിംഗ് ഏരിയാസ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ലാബുകൾ, എക്സ്റേ, സ്കാനിങ്, അതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടേക്ക് എത്താവുന്ന രീതിയിൽ ലേഔട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വാഷ് ഏരിയ, ഏത് ഭാഗത്തിരുന്നാലും ആ വാഷ് ഏരിയയിലേക്ക് പറ്റുന്ന രീതിയിൽ അത് അലൗ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ലേഔട്ട്, നമ്മുടെ സർവീസ് ചെയ്യുന്ന സ്ഥലം ലേഔട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. സർവീസ് ലേഔട്ട് വിൽ ബി ഡിസൈൻ ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ് കസ്റ്റമർ കോണ്ടാക്ട് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ചില ഭാഗത്താണ് വരുന്നതെങ്കിൽ ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഭാഗത്ത് പ്രത്യേകിച്ച് അതിനൊരു ഏരിയ പ്രൊവൈഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. നമ്മൾ വാഷിംഗ്, എല്ലാവർക്കും വരേണ്ടതാണ് വാഷിംഗ് ഏരിയയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിൽ വാഷിംഗ് ഏരിയ, ഹോട്ടലിലൊക്കെ ആണെങ്കിൽ വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത് എല്ലാവരും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം വാഷിംഗ് ഏരിയ. കാർ സർവീസ് സ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ലേഔട്ട്, അതായത് ആ പ്രൊഡക്റ്റ് അവിടെ കയറ്റിയിട്ടിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന, അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോസസ്സ് ലേഔട്ടാണ്. ഓരോ പ്രോസസ്സും ഓരോ പാത്ത്, നമ്മൾ ഓരോ സ്ഥലത്തേക്ക് എത്താനും അവിടേക്ക് എക്സിറ്റ് ചെയ്യാനും എൻട്രൻസും എക്സിറ്റും ഒക്കെ പല സ്ഥലത്തുണ്ടായിരിക്കും. നമുക്ക് ഇതിൽ കൂടെ കടന്നാൽ അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു എക്സ്റേ, സ്കാനിങ്, ലാബ്, അങ്ങനത്തെ സ്ഥലത്തേക്ക് എല്ലാവർത്തേക്കും എത്താൻ പറ്റുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് സർവീസ് ബ്ലൂ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന സർവീസ് ഫെയിൽ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കറക്റ്റായിട്ട് എത്തുന്ന വിധത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് സർവീസ് ബ്ലൂ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. സർവീസ് കമ്പനീസ് we wish to achieve high level of service quality and customer satisfaction need to understand all factors which may influence the customer perception. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ സർവീസ് കൊടുക്കുന്ന ലേഔട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ആണ് സർവീസ് ബ്ലൂ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. ടു കീ ഐഡൻറ്റിഫൈ ഇൻവോൾവിങ് ഡെലിവറി സർവീസ്. ഫസ്റ്റ് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അതിൽ വരണേന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. നമ്മൾ അതിന് വേണ്ട ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്, എല്ലായിടത്തുനിന്നും ഈ ലാബിലേക്കും എക്സ്റേ ഒക്കെ എടുക്കുന്നിടത്തേക്ക് എത്തുന്ന തരത്തിൽ വേണം നമ്മൾ ആ പുതിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ടത്. അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്. പിന്നെ സെറ്റ് സ്റ്റാൻഡേർഡ് എഗെയിൻസ്റ്റ് പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ്. നമ്മൾ സെറ്റ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. പെർഫോമൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടു അനലൈസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് സർവീസ് ഡെലിവറി. അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഓരോന്നിൻ്റെയും കസ്റ്റമേഴ്സ് എത്ര വരുന്നുണ്ട്, അതിനനുസരിച്ച് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിന് അതിനനുസരിച്ചൊക്കെ നമ്മൾ സർവീസ്, നമ്മൾ സാധാരണ AC അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് മസ്റ്റായിട്ട് അത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. AC ഒക്കെ സിസ്റ്റമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ, കമ്പ്യൂട്ടറൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ AC കൊടുക്കണം. അല്ലാതെ ചില ഏരിയാസിലൊക്കെ നമ്മൾ ഫാൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. ACക്ക് കൊടുക്കാനുള്ള അത്ര പ്രോഫിറ്റബിലിറ്റി അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക. സർവീസിന് വേണ്ട ലേഔട്ടിന് വേണ്ട ബ്ലൂ പ്രിൻ്റൊക്കെ തയ്യാറാക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണ്. ഓക്കെ.